അമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് കണ്ണീരോടെ ആ തലയിൽ തലോടിയ ശേഷം അവിടെ നിന്ന് വീട്ടിലേക്ക് മുടങ്ങാൻ അവന് തോന്നിയില്ല. ഓഫീസിലേക്ക് പോകുന്നതിനിടയിൽ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ദേവ് കാവ്യയുടെ വീടിന് നേരെ വണ്ടി തിരിച്ചു. ഉണങ്ങിയ വസ്ത്രങ്ങൾ എടുത്തു മാറ്റുന്ന ലക്ഷ്മിയെയും അവിടെ കസേരയിൽ ഇരുന്ന് കാപ്പി കുടിക്കുന്ന ശേഖരനെയും ദേവ് കാറിലിരുന്ന് കുറച്ചു നേരം നോക്കി നിന്നു. ശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോയി. കാറിൽ നിന്നിറങ്ങിയ ദേവ് തൻ്റെ കാറിൻ്റെ ചാവി വാച്ചറെ ഏൽപ്പിച്ചു. കാറ് പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ട ശേഷം അവൻ ഓഫീസിനുള്ളിലേക്ക് നടന്നു. അപ്പോഴാണ് മധുകർ അവിടേക്ക് വന്നത്. ഇനി ഓഫീസിലേക്ക് വരില്ലെന്ന് കരുതി ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു ദേവ്. ഇതാ ഈ ഫയലിൽ നിന്റെ ഒപ്പ് വേണം എന്ന് പറഞ്ഞ് അയാൾ ഫയൽ നീട്ടി. ഫയലിൽ ഒപ്പിട്ട ശേഷം ദേവ് ചോദിച്ചു, അമ്മയെ കണ്ട് വീട്ടിലേക്ക് പോകാൻ തോന്നാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഫോട്ടോകൾ അയച്ചോ? ഹാ, പറഞ്ഞു. മധുകർ മറുപടി നൽകി. പറഞ്ഞു എന്നല്ല, ചെയ്തു എന്നാണ് എനിക്ക് കിട്ടേണ്ട മറുപടി. ദേവ് അല്പം ദേഷ്യത്തോടെ തിരുത്തി. ഇവൻ്റെ ഒരു കാര്യം, ഫോട്ടോകൾ പ്രിൻ്റ് ചെയ്യിപ്പിച്ച് വാങ്ങണ്ടേ, അതിനല്പം സമയമെടുക്കില്ലേ എന്ന് മധുകർ മനസ്സിൽ പെറുപിറുത്തു. മധുകർ ഉടനെ ഫോണെടുത്ത് വിളിച്ചു. ഡേയ് രാജ, ഫോട്ടോകൾ കൊടുത്തോ? ഇപ്പോൾ തന്നെ കൊടുത്തു സർ, അദ്ദേഹം പുറത്ത് കസേരയിൽ ഇരിക്കുന്നത് കണ്ടു. രാജ എന്ന വ്യക്തി മറുപടി നൽകി. ഗുഡ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് മുന്നോട്ട് നടന്ന ദേവിന് പിന്നാലെ മധുകറും വേഗത്തിൽ നടന്നു. അതല്ല ദേവ്, അവൻ രാവിലെ മുറിയിലേക്ക് പോയതിന് പിന്നാലെ അവൻ്റെ സുഹൃത്തും അങ്ങോട്ട് പോയി. രാവിലെ 10 മണിക്ക് അവർ രണ്ടുപേരും കൂടി സബ് രജിസ്റ്റർ ഓഫീസിലേക്കാണ് പോയത്. ഉച്ചയ്ക്ക് 2 മണി വരെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പോയത് കല്യാണം നടന്ന ആ ക്ഷേത്രത്തിലേക്കാണ്. ആ കല്യാണം നടത്തി കൊടുത്ത പൂജാരിയുമായി ഏകദേശം 1 മണിക്കൂറോളം അവർ സംസാരിച്ചു. എന്താണ് സംസാരിച്ചതെന്ന് നമ്മുടെ ആൾക്കാർ എത്ര ചോദിച്ചിട്ടും പൂജാരി പറഞ്ഞില്ല. അവർ എന്തിനാണ് രജിസ്റ്റർ ഓഫീസിൽ പോയതെന്ന് നമ്മുടെ ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. മധുകർ കാര്യങ്ങൾ വിശദീകരിച്ചു. ഇത് കേട്ടതും ദേവിൻ്റെ ചുണ്ടുകളിൽ ഒരു ഗൂഢമായ പുഞ്ചിരി വിരിഞ്ഞു. എന്തിനാടാ നീ ഇങ്ങനെ ചിരിക്കുന്നത്? മധുകർ അത്ഭുതത്തോടെ ചോദിച്ചു. പൂജാരി ആ കല്യാണത്തിന് സാക്ഷിയാണ്. ദേവ് പറഞ്ഞു നിർത്തി. മനസ്സിനൊരു സുഖമില്ല, കുറച്ചു നേരം അമ്പലത്തിൽ പോകാമെന്ന് കരുതുന്നു. പരിഹാസത്തോടെ ദേവ് പറഞ്ഞു. അവൻ്റെ ആ പരിഹാസം മനസ്സിലാകാതെ, അതെയോ, എന്തു പറ്റിടാ, നിൻ്റെ അമ്മക്ക് എന്തെങ്കിലും വയ്യായ്ക കൂടുതലുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നോക്കിയപ്പോൾ തന്നെ ദഹിപ്പിക്കുന്ന രീതിയിൽ നോക്കുന്ന ദേവിനെ കണ്ട് അയാൾ ബാക്കി വാക്കുകൾ വിഴുങ്ങി. നിൻ്റെ പണി കഴിഞ്ഞെങ്കിൽ വന്ന് കയറ്, ഇല്ലെങ്കിൽ ഓഫീസിൽ തന്നെ ഇരുന്നോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ദേവ് വേഗത്തിൽ കാർ പാർക്കിങ്ങിലേക്ക് നടന്നു. ഫയൽ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ച് മാനേജർക്ക് നൽകാൻ മധുകർ പറഞ്ഞു. തന്നെ മറികടന്നു പോകാൻ ഒരുങ്ങിയ ദേവിനോട് കാർ നിർത്താൻ ആവശ്യപ്പെട്ട് കൈ കാണിച്ചു. ദേവ് കാർ നിർത്തിയതും മധുകർ വേഗം അതിൽ കയറിയിരുന്നു. അയാൾക്ക് ദേവിൻ്റെ അമ്മ ഗായത്രിയെ നന്നായി അറിയാമായിരുന്നു. അമ്മ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ശേഷം അമ്മയ്ക്ക് പകരം ദേവ് പതിവായി ക്ഷേത്രത്തിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ നല്ല പരിചയമായിരുന്നു. അവൻ നേരെ ചെന്ന് അദ്ദേഹത്തെ കണ്ടു. എന്താ മോനെ ഈ നേരത്ത്? കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ഷേത്രം അടച്ചു പോയേനെ, പൂജാരി പറഞ്ഞു. ഫോണിൽ ചില ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ദേവി ചോദിച്ചു. ഇയാൾ ഇന്ന് എന്തിനാണ് നിങ്ങളെ ഒന്ന് കണ്ടത്? വിവാഹം നടന്ന ദിവസം ഞാൻ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. നിനക്കെല്ലാം അറിയുള്ള സ്ഥിതിക്ക് ഇനി മറച്ചു വെക്കുന്നതിൽ എന്തർത്ഥമാണത്? ആ പയ്യൻ ധൃതിപ്പെട്ട് വിവാഹം കഴിച്ചതാണത്രേ. അവൻ്റെ അമ്മ നാട്ടിൽ വേറൊരു ആലോചന ഉറപ്പിച്ചിരുന്നു. അപ്പോൾ നടന്ന വിവാഹം അവൻ മറന്നു കളയുമെന്നാണോ? മധുർ ആശ്ചര്യത്തോടെ ചോദിച്ചു. ആ പെൺകുട്ടിയുടെ അവസ്ഥ ഓർത്താണ് എനിക്ക് വിഷമം, പൂജാരി സങ്കടത്തോടെ പറഞ്ഞു. അദ്ദേഹം പറയുന്നതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പൂജാരി അതൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നീട് ദേവ് ടെമ്പിൾ അഡ്മിനിസ്ട്രേഷനെ കണ്ട് സംസാരിച്ച് CCTV ദൃശ്യങ്ങൾ തൻ്റെ പെൻഡ്രൈവിലേക്ക് പകർത്തി. തിരികെ കാർ ഓടിച്ചു പോകുമ്പോൾ മധുകർ ചോദിച്ചു. ദേവ്, നീ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? കാവ്യക്കൊരു അനീതി സംഭവിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല, ദേവ് ഗൗരവത്തിൽ മറുപടി നൽകി. അല്ല, സത്യത്തിൽ കാവ്യ നിനക്ക് ആരാണ് എന്ന മധുകറിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാതെ ദേവ് ഒരു വീടിന് മുന്നിൽ കാർ നിർത്തി. കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്നൊരു രജിസ്റ്റർ ആയിരുന്നു. ദേവിനെ കണ്ടപ്പോൾ അദ്ദേഹം അകത്തേക്ക് ക്ഷണിക്കുകയും ഭാര്യയോട് കോഫി എടുക്കാൻ പറയുകയും ചെയ്തു. എന്നാൽ കോഫി കുടിക്കാൻ നിൽക്കാതെ ദേവ് വന്ന കാര്യം പറഞ്ഞു. അദ്ദേഹം ഉടൻ തന്നെ ഒരു ഫയലും പെൻഡ്രൈവും ദേവിനെ ഏൽപ്പിച്ചു. നന്ദി സർ, ദേവ് പറഞ്ഞു. തൻ്റെ മകൻ്റെ ജോലിയുടെ കാര്യം തിരക്കി അദ്ദേഹത്തോട് നാളെ ഓഫീസിലേക്ക് വരാൻ പറയാൻ പറഞ്ഞ് ദേവ് യാത്ര പറഞ്ഞു. തിരികെ കാറിൽ കയറിയപ്പോൾ വിവാഹം നടന്ന സമയത്ത് വീഡിയോ ഈ പെൻഡ്രൈവിലുണ്ട് എന്ന് ദേവ് മധുകറിനോട് പറഞ്ഞു. അപ്പോൾ നീ കാവ്യയെ സംരക്ഷിക്കുകയാണല്ലേ?
നമ്മൾ കുട്ടിക്കാലം മുതലേ കൂട്ടുകാരാണല്ലോ. എന്നോട് പോലും എന്താണ് ഈ ഒളിച്ചുകളി? മധുകർ വീണ്ടും ചോദിച്ചു. ദേവ് ഒടുവിൽ മനസ്സ് തുറന്നു. കാവ്യ എൻ്റെ അമ്മയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടവളാണ്. എൻ്റെ അമ്മ ഇന്ന് ആശുപത്രിയിലാവാൻ കാരണം ഒരർത്ഥത്തിൽ അവളാണ്. അത് കേട്ട് അത്ഭുതത്തോടെ നോക്കിയ മധുകറിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ദേവ് കാർ മുന്നോട്ടെടുത്തു.